പദപ്രശ്നത്തിന്റെ ഉത്തരം എല്ലാവരും കണ്ടെത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്ത ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അവയുടെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പെൺവിനിമയങ്ങൾ എന്ന കൃതി രചിച്ചത് ആര് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 5 അക്ഷരമാണ് ഉണ്ടായിരുന്നത്. ഉത്തരം എന്താണ്? ശാരദക്കുട്ടിയാണ് കേട്ടോ. ശാരദക്കുട്ടിയാണ് പെൺവിനിമയങ്ങൾ എന്ന കൃതി രചിച്ചത്. എല്ലാവർക്കും കിട്ടിയിരുന്നോ? ദാ ഇവിടെ ശാരദക്കുട്ടി കണ്ടോ, ഇവിടെ എഴുതി പൂരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത്? അപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഉത്തരം എഴുതി വെക്കണേ. അടുത്ത ചോദ്യം ഇതായിരുന്നു: കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഭാഷയ്ക്ക് ലഭിക്കുന്ന അധിക മാനത്തെ PP രാമചന്ദ്രൻ എന്താണ് വിളിച്ചത്? തിരമൊഴി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. തിരമൊഴി 4 അക്ഷരമാണുള്ളത്. ഉത്തരം തിരമൊഴിയാണ്. ദാ നോക്കിക്കേ, തിരമൊഴി അവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. ഉത്തരം കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: SK പൊറ്റേക്കാട്ട് കഥാപാത്രമാകുന്ന M മുകുന്ദന്റെ മലയാള നോവലിന്റെ പേര് എന്താണ്? പ്രവാസം എന്നാണ്. SK പൊറ്റേക്കാട്ട് കഥാപാത്രമാകുന്ന മലയാള നോവൽ എന്ന ചോദ്യം പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. പ്രവാസമാണ് ശരിയായ ഉത്തരം കേട്ടോ. അപ്പൊ അത് എവിടെ എഴുതി പൂരിപ്പിക്കണം? ദാ ഇവിടെ എഴുതി പൂരിപ്പിക്കണം, പ്രവാസം. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? കവിതയിലെ ഒരു കവിതാശകലമായിരുന്നു അല്ലേ? കുറെ നാളായി ഉള്ളിൽ ഒരുത്തിതൻ ജഡം അളിഞ്ഞു നാറുന്നു എന്നാരംഭിക്കുന്ന കവിത ഏതാ? ആറ്റൂരിന്റെ സംക്രമണമാണ്. സംക്രമണം എഴുതി പൂരിപ്പിച്ചോ? എവിടെയാ എഴുതേണ്ടത്? ദാ പ്രവാസം അവസാനിക്കുന്നിടത്ത് സംക്രമണം ആരംഭിക്കുന്നു. ശരിയല്ലേ? അവിടെ എഴുതി പൂരിപ്പിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: 51 അക്ഷരാളി എന്ന് പരാമർശമുള്ള മഴമംഗലത്തിന്റെ കൃതി എല്ലാവർക്കും അറിയാലോ. ഭാഷാ നൈഷധം ചമ്പു ആണല്ലേ? ഭാഷാ നൈഷധം ചമ്പു എഴുതി പൂരിപ്പിച്ചല്ലോ. ദാ ഭാഷാ നൈഷധം ചമ്പു എന്നെഴുതി പൂരിപ്പിക്കുക. പിന്നെ ആറാമത്തെ ചോദ്യം എന്തായിരുന്നു? മിഷണറി മലയാള ഗദ്യ മാതൃകകൾ എന്ന കൃതി രചിച്ചത് ആരാ? സാമുവൽ ചന്ദനപ്പള്ളിയാണ് കേട്ടോ. സാമുവൽ ചന്ദനപ്പള്ളിയാണ് ശരിയായ ഉത്തരം. ദാ ഇവിടെ എഴുതി പൂരിപ്പിച്ചിട്ടുണ്ട്, സാമുവൽ ചന്ദനപ്പള്ളി ശരിയായ ഉത്തരം. അടുത്തത് ഏഴാമത്തെ ചോദ്യം എന്തായിരുന്നു? കുട്ടിക്കൃഷ്ണമാരാരുടെ മലയാള ശൈലി എന്ന ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയത് ആരാണ്? MR നായരാണ് മലയാള ശൈലി എന്ന കൃതിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത്. അതെവിടെയാ എഴുതി പൂരിപ്പിക്കേണ്ടത്? ദാ MR നായർ ഇവിടെ എഴുതി പൂരിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എട്ടാമത്തെ ചോദ്യം എന്താണ്? എട്ടാമത്തെ ചോദ്യം PP രവീന്ദ്രൻ രചിച്ച വർത്തമാനത്തിന്റെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ പരാമൃഷ്ടനായിരിക്കുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം. എല്ലാവർക്കും അറിയാം ഉത്തരം മിഷേൽ ഫൂക്കോയാണ്. മിഷേൽ ഫൂക്കോ 5 അക്ഷരമാണ്. 8 വലത്തേക്ക് നോക്കിക്കേ. മിഷേൽ ഫൂക്കോ എഴുതി പൂരിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, 9ാമത്തെ ചോദ്യം ഇതാണ്: രോഗത്തിന്റെ പൂക്കൾ എന്ന നിരൂപണ കൃതി രചിച്ചത് ആരാ? V രാജകൃഷ്ണനാണ് കേട്ടോ. രോഗത്തിന്റെ പൂക്കൾ എന്ന നിരൂപണ കൃതി രചിച്ചത് V രാജകൃഷ്ണൻ അല്ലേ? ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിഷ്യല് ഉപേക്ഷിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജകൃഷ്ണൻ എന്നെഴുതിയാൽ മതിയാകും. കിട്ടിയല്ലോ. അടുത്തത് 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? കൂടിയാട്ടത്തിൽ അതുവരെ പറഞ്ഞ കഥ ഓർമ്മപ്പെടുത്താൻ നമ്പ്യാർ മലയാള ഭാഷയിൽ കഥാവർണ്ണനം നിർവഹിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? തമിഴ് പറയുക എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ. തമിഴ് പറയുക എന്നാണ്. എവിടെ എഴുതി പൂരിപ്പിക്കണം? 10 വലതുവശത്തേക്ക് അല്ലേ? ദാ തമിഴ് പറയുക എന്നെഴുതി പൂരിപ്പിക്കുക. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം: ഹരിത നിരൂപണം മലയാളത്തിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? G മധുസൂദനനാണ്. 11 വലത്തേക്ക്. ദാ നോക്കിക്കേ, ഇനീഷ്യൽ അവിടെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മധുസൂദനൻ കണ്ടോ, മധുസൂദനനാണ് ശരിയായ ഉത്തരം. 12ാമത്തെ ചോദ്യം ഇതാണ്: വേദതർക്കം എന്ന കൃതി രചിച്ചത് ആരാ? ഔസേപ്പ് അല്ലെ? ഔസേപ്പ് മൽപ്പാനാണ് വേദതർക്കം എന്ന കൃതി രചിച്ചത്. 12 വലത്തേക്ക് നോക്കിക്കേ, ഔസേപ്പ് മൽപ്പാൻ. കിട്ടിയോ? ഔസേപ്പ് മൽപ്പാനാണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം നോക്കിക്കേ, 12ാമത്തെ ചോദ്യം. അതിരമ്പുഴ സെന്റ് മേരീസ് പ്രസിൽ നിന്നും വർത്തമാന പുസ്തകം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാ? ലൂക്കാ മത്തായി ആണ് കേട്ടോ. ലൂക്കാ മത്തായി ആണ് ശരിയായ ഉത്തരം. 13ാമത്തെ ചോദ്യം ദാ ലൂക്കാ മത്തായി ശരിയായ ഉത്തരം. അവസാനത്തെ ചോദ്യം, ശബ്ദധാരാവലിയെ കൈരളിയുടെ രത്നാഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. അപ്പൊ 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദാ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. എഴുതി പൂരിപ്പിച്ചോ? എല്ലാവർക്കും കിട്ടിയോ? ഇങ്ങനെ 14 ചോദ്യങ്ങളാണ് വലതുവശത്തേക്ക് എഴുതി പൂരിപ്പിക്കാൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പൂരിപ്പിക്കാനുള്ളത് താഴത്തേക്കാണ്. നോക്കാം. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? CJ തോമസ് രചിച്ച റേഡിയോ നാടകം ഏത്? ഉത്തരം ശാലോമിയാണ്. അപ്പുറത്ത് ശാരദക്കുട്ടിയുടെ ശാ കിടപ്പുണ്ട് അല്ലേ? കണ്ടോ? ശാരദക്കുട്ടിയുടെ ശാ കിടപ്പുണ്ട്. ശാലോമി എഴുതി പൂരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബി എന്തായിരുന്നു? മധ്യലഘു അല്ലേ? മധ്യലഘുവായ ഗണം ഏതാ? രഗണമാണ്. രഗണം. ദാ രഗണം കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ സി താഴത്തേക്ക് എന്തായിരുന്നു? അപനിർമ്മാണത്തിന്റെ അല്ലേ? അപനിർമ്മാണവാദം എന്ന ഛിന്നശാസ്ത്ര രീതിക്ക് രൂപം നൽകിയത് ആരാ? ഴാക്വസ് ദെറീദയാണ് ശരിയായ ഉത്തരം. ദെറീദ. ദാ ഇവിടെ എഴുതി പൂരിപ്പിക്കാം. ദെറീദയാണ്. പിന്നെ അടുത്തത് ഡി. ചോദ്യം ഡി എന്തായിരുന്നു? ചോദ്യം ഡി, വാക്കേ വാക്കേ കൂടെവിടെ എന്ന കവിത രചിച്ചത് ആരാ? എം ഗോവിന്ദനാണ്. എം ഗോവിന്ദൻ. ഉത്തരം കിട്ടിയോ? ദാ ഇനിഷ്യൽ വേണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എം ഗോവിന്ദൻ. MR നായരുടെ എം അവിടെ കിടപ്പുണ്ടല്ലേ? എം ഗോവിന്ദനാണ് ശരിയായ ഉത്തരം. പിന്നെ അടുത്തത് ഇ. ചോദ്യം ഇ, മലയാളത്തിലുണ്ടായ ആദ്യ വിജ്ഞാനകോശം സമസ്ത വിജ്ഞാന ഗ്രന്ഥവലി രചിച്ചത് ആരാ? ആർ ഈശ്വരപിള്ളയാണ് കേട്ടോ. ആർ ഈശ്വരപിള്ളയാണ്. ദാ ഇവിടെ ഇനിഷ്യൽ കിടപ്പുണ്ടേ, ബാക്കി എഴുതി പൂരിപ്പിക്കണം. ആർ ഈശ്വരപിള്ളയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം എന്തായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലിന്റെ പേര്? പെരുമ്പടവം ശ്രീധരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് അല്ലേ? റഷ്യൻ സാഹിത്യകാരനായ ദസ്തയോവിസ്കിയുടെയും അല്ലെ അന്നയുടെയും ജീവിതം പ്രമേയമാകുന്ന മലയാള നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു നോവലാണ് ഏത്? നാരായണം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതമാണ് പശ്ചാത്തലമാകുന്നത്. നാരായണം. എഫ് ആണ് കേട്ടോ. ദാ നാരായണം. ഇവിടെ നമ്മുടെ വി രാജകൃഷ്ണന്റെ രാ ഇവിടെ കിടപ്പുണ്ടേ. പിന്നെ നാരായണം. നാരായണം ബാക്കി എഴുതി പൂരിപ്പിക്കുക. പിന്നെ MR നായരുടെ നായും കിടപ്പുണ്ട് അല്ലേ? അപ്പൊ നാരായണം എഴുതി പൂരിപ്പിക്കുക. പിന്നെ ജി എന്തായിരുന്നു? ഉദയംപേരൂർ സുനഹദോസിന്റെ തീരുമാനങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാ? യാക്കോബ് കത്തനാരാണ് കേട്ടോ. യാക്കോബ്. ഇവിടെ മിഷേൽ ഫൂക്കോയുടെ കോ കിടപ്പുണ്ടായിരുന്നു. യാക്കോബ് കത്തനാർ. ഉള്ളൂരിന്റെ എന്ന ശബ്ദവും അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ പദപ്രശ്നം എഴുതി പൂരിപ്പിക്കേണ്ടത് ഇപ്രകാരമാണ്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടിയിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട്, ചോദ്യങ്ങൾ രസിച്ച് പഠിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പദപ്രശ്നങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന കാര്യവും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്തരത്തിൽ പഠനം എപ്പോഴും രസകരമാക്കിയാൽ അതിലെ വിരസത നമുക്ക് ഒഴിവാക്കാം. ഓർത്തു വയ്ക്കാനും എളുപ്പമായിരിക്കും. നിങ്ങൾക്കിത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ രസകരമായ മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.